CMRL കേസിലെ കുറ്റപത്രത്തിന്റെ പകർപ്പ് കൂടുതൽ കേന്ദ്ര ഏജൻസികൾക്ക് തുടർ നടപടികൾക്കായി കൈമാറി നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്നിവയ്ക്കാണ് CMRL കേസിലെ വിവരങ്ങൾ SFIO കൈമാറിയത്. വിവരങ്ങളുമായി ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന, കേസിൽ കൂടുതൽ അന്വേഷണം കൂടുതൽ ഏജൻസികൾക്ക് ഇത് കൈമാറുന്നു എന്ന് പറയുമ്പോൾ വലിയ കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് പുരോഗമിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ വിശദാംശങ്ങൾ. CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് SFIO കഴിഞ്ഞ ഏപ്രിൽ 4-നാണ് കൊച്ചിയിലെ കോടതിയിൽ കൊടുത്തിരുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പുകളാണ് കൂടുതൽ ഏജൻസികൾക്ക്, അതായത് കേന്ദ്ര ഏജൻസികൾക്ക് SFIO തന്നെ കൈമാറിയിട്ടുള്ളത്. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഇവർക്കാണ് CMRL ഇതിന്റെ പകർപ്പുകൾ കൈമാറിയിട്ടുള്ളത്. ഈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഇതിന്റെ തുടർ നടപടികൾക്കായിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങി. ഏതായാലും SFIOയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ നടപടികളിലേക്ക് കൂടുതൽ കേന്ദ്ര ഏജൻസികൾ എത്തുന്നു എന്നതിന്റെ സൂചനയാണിത്. ഇതോടൊപ്പം തന്നെ ED നേരത്തെ ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് കോടതിയിൽ നിന്ന് ആവശ്യപ്പെടുകയും ED ഇതിൽ പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ മാത്രമായിരുന്നു പുറത്തു വന്നത്. ഈ കുറ്റപത്ര പ്രകാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വായ്പാത്തുക വകമാറ്റി ക്രമക്കേട് നടത്തി എന്നതാണ് റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ CMRLന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വീണ കടമായി 50 ലക്ഷം രൂപ വാങ്ങി 25 ലക്ഷം രൂപ വീതമാണ് 2 തവണയായിട്ട് ഇത്തരത്തിൽ കടം വാങ്ങിയത്. CMRL ഉടമ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയുള്ള സ്ഥാപനമാണിത്. ഈ സ്ഥാപനത്തിൽ നിന്ന് ഇത്തരത്തിൽ കടം വാങ്ങി എന്ന റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പകർപ്പുകളാണ് കേന്ദ്ര ഏജൻസികൾക്ക് ഇപ്പോൾ കൊടുത്തിട്ടുള്ളതും കേന്ദ്ര ഏജൻസികൾ ഇതിൽ നടപടിയെടുക്കാൻ ആരംഭിക്കുന്നതും. ED ഇപ്പോൾ തന്നെ പ്രാഥമികമായ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ശരി ഷബ്ന, CMRL കേസിൽ കൂടുതൽ അന്വേഷണ ഏജൻസികൾക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. തുടർ നടപടികൾക്കായിട്ടാണ് കൈമാറിയിരിക്കുന്നത്. SFIO കൂടുതൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ആ വിവരങ്ങളാണ് ഷബ്ന സിയാദ് നൽകിയത്.